കഴിഞ്ഞ സെപ്റ്റംബർ 30 യൂണിവേഴ്സിറ്റിയിലെ 2 സീനിയർ വിദ്യാർത്ഥിക്കെതിരെ ഞങ്ങൾ റാഗിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. റാഗിങ് അതുപോലെ തന്നെ റേപ്പ് ത്രെട്ട് എന്ന കംപ്ലയിൻറ്റ് കൊടുത്ത് 1.5 മാസത്തിന് ശേഷം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഇന്നലെ ഒരു തീരുമാനമുണ്ടായിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി റാഗിങ് കേസിന് എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ, റാഗിങ് കേസ് കൊടുത്ത ഞാനും മറ്റൊരു പെൺകുട്ടിയും, ഞാനും എൻ്റെ സുഹൃത്തും കൂടിയാണ് കംപ്ലയിൻറ്റ് കൊടുത്ത ഞങ്ങളും അതുപോലെ തന്നെ ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള 7 പേർക്കും സസ്പെൻഷൻ കൊടുക്കുന്ന ഒരു നടപടിയാണ് ഇന്നലെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി സസ്പെൻഷൻ ഞങ്ങൾക്ക് 6 മാസം സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെമസ്റ്റർ മൊത്തം സസ്പെൻഷനാണ്. 2013 ഡിസംബർ തൊട്ട് 2014 മെയ് വരെയുള്ള 6 മാസത്തേക്ക് സസ്പെൻഷൻ തന്നിരിക്കുകയാണ്. സസ്പെൻഷൻ തരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ പെർമിഷൻ കൂടാതെ ഈ വാർത്ത, റാഗിങ്ങിൻ്റെ വാർത്ത ന്യൂസ് ചാനലുകളിൽ വന്നു. അതുപോലെ തന്നെ ഇത് 2 ഗ്രൂപ്പ് തമ്മിലുള്ള ഫൈറ്റാണ്. അതുപോലെ ഇവിടെ കുട്ടികൾ അവർ സ്വയം ഓർഗനൈസ് ചെയ്ത് ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയിരുന്നു. ആ പ്രൊട്ടസ്റ്റിന് ഞങ്ങൾ നേതൃത്വം നൽകിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ 3 കാരണങ്ങൾ പറഞ്ഞിട്ട് ഇന്നലെ ഞങ്ങൾക്ക് 6 മാസത്തേക്കുള്ള സസ്പെൻഷൻ തരികയാണ് ചെയ്തിട്ടുള്ളത് യൂണിവേഴ്സിറ്റി. അല്ലാതെ ഞങ്ങൾ കൊടുത്തിട്ടുള്ള റാഗിങ് കംപ്ലയിൻറ്റ്, ഞങ്ങൾ സീനിയർ വിദ്യാർത്ഥിക്കെതിരെ കൊടുത്തിട്ടുള്ള റാഗിങ് കംപ്ലയിൻറ്റിൽ ഇതുവരെ ആയിട്ടുള്ള ഒരു നടപടി യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. 1.5 മാസം കഴിഞ്ഞ് ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഇതുവരെ റാഗിങ് കേസിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, റാഗിങ് കേസ് കൊടുത്ത ഞങ്ങളും ഞങ്ങളെ സഹായിച്ചിട്ടുള്ള ആൾക്കാരും അവർ തല്ലിയിട്ടുള്ള ആൾക്കും അടക്കമാണ് ഇപ്പോൾ സസ്പെൻഷൻ വന്നിട്ടുള്ള 7 പേർക്ക്. അതിനെതിരെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരു നിരാഹാര സമരം സംഘടിപ്പിക്കുന്നത്. അനിശ്ചിതകാല നിരാഹാര സമരത്തിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാനാണ് നിരാഹാരം കിടക്കുന്നത്. ഏതായാലും അതിനുശേഷം മറ്റുള്ളവർ കൂടി ഒരു നിരാഹാര സമരം, ഒരു റിലേ നിരാഹാര സമരമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. യൂണിവേഴ്സിറ്റിയുടെ തെറ്റായ തീരുമാനം പിൻവലിക്കുന്നത് വരെ ഈ നിരാഹാര സമരമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഞങ്ങൾക്ക് ജസ്റ്റിസ് വേണം. ഈ ഒരു കാര്യത്തിൽ തികച്ചും നീതിപൂർവ്വമല്ലാത്തൊരു നിലപാടാണ് യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അത് പിൻവലിക്കുന്നത് വരെ നിരാഹാര സമരമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്.